ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് കുറേ ആൾക്കാർ ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച റെസിപ്പിയായിരുന്നു ബിരിയാണി മസാലയുടെ റെസിപ്പി. ഓൾറെഡി ബിരിയാണി മസാലയുടെ റെസിപ്പി ഞാൻ ബിരിയാണിയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടതാണ്. എന്നാലും ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ മലബാർ ബിരിയാണിയുടെ മസാല അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ മലബാർ സ്റ്റൈൽ ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണ് നമ്മുടെ പെരിഞ്ചീരകം, അതായത് ഫണൽ സീഡ് എടുത്തിട്ടുണ്ട്. ഒരു 15 ഏലക്ക എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 12 ക്ലോവ്, നമ്മളെ പൂവ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പട്ട ഒരു കൈ നിറയെ, അതായത് ഒരു 20 ഗ്രാം ഉണ്ടാവും. അതൊരു കൈ, നമ്മളൊരു കയ്യിൽ നിറയെ പിടിച്ചാലുള്ള ഒരു കൊണ്ടി. തക്കോലല്ലേ, അത് ഒന്നാട്ടോ വേണ്ടത്. 8 അല്ലിയുള്ള ഒന്ന്, അത് പൊട്ടിപ്പോയോണ്ടാണ് 2 എക്സ്ട്രാ എടുത്തത്. 8 അല്ലിയ ഒന്നിൽ വരുന്ന സ്റ്റാർ അനീസ്. പിന്നെ വേണ്ടത് നമ്മുടെ ജാതിക്ക ഒന്നാണ് വേണ്ടത്. ഒരു വലിയ ജാതിക്കൊക്കെ ആണെങ്കിൽ ഒരു 3/4 പോർഷൻ എടുത്തോളൂ. ജാതിക്ക പൊടിച്ചാൽ ഈ ഒരു വലുപ്പത്തിലുള്ള ഉള്ളിൽ ഇതാണ് നമ്മൾ ഇടുക. ഇനി പിന്നെ വേണ്ട ഒരു കാര്യം, ഇവിടെ ദുബായിൽ അത് നിരോധിച്ചതാണ്, അതുകൊണ്ട് എൻ്റെ അടുത്തില്ല. പക്ഷെ വേറെ എല്ലായിടത്തും കിട്ടും. നമ്മളെ ജാതിപത്രി, ഇതാ ഇതിൻ്റെ മേലെന്ന് ജാതിപത്രി എടുത്ത് മാറ്റിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. നമ്മൾ ഉണക്കി മാറ്റുമല്ലോ. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാനിപ്പോൾ ഇത് മാത്രമേ കൊണ്ടുവരാറുള്ളൂ, ജാതിപത്രി കൊണ്ടുവരാറില്ല. ഇവിടെ പാടില്ല. അല്ലെങ്കിൽ ഞാൻ ബിരിയാണി മസാല നോർമലി പൊടിച്ചിട്ട് കൊണ്ടുവരിക ചെയ്യാറ്. അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഉമ്മൻ്റെ സ്പെഷ്യൽ ബിരിയാണി മസാല അങ്ങ് പൊടിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ ഉണ്ടാക്കി തരും. ജാതിപത്രി വേണം നമുക്ക്. അതൊരു 5 എണ്ണം കേട്ടോ. 5 ഇതിൻ്റെ പോലെയുള്ള ഇതിൻ്റെ 5 എണ്ണം. ഇതിൻ്റെ മേലുള്ള ഒന്നുണ്ടാവില്ലേ, അതിൻ്റെ 5 എണ്ണേ. പിന്നെ വേണ്ടത് ഷാജീര, അതൊരു ടീസ്പൂണ്. പിന്നെ വെള്ള കസ്കസ് ഇപ്പം അധികാരം ഇടല്ല, പക്ഷെ വെള്ള കസ്കസ് ഇടാറുണ്ട്. അത് നമ്മളെ ഈ കല്യാണ ബിരിയാണി ഒക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ ഈ വെള്ള കസ്കസ് അവർ മസാല ഉണ്ടാക്കുമ്പോൾ ചേർത്താറുണ്ട്. അതും ഒരു ടീസ്പൂണ്. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയത്. ചിലർ കുരുമുളക്, വറ്റൽമുളക് അങ്ങനെയൊക്കെ ഇടുന്ന അതൊന്നും വേണ്ട. ഇത്രയാണ് നമ്മൾ വേണ്ടത് കേട്ടോ. ഒരു ഏകദേശം ഉള്ളൊരു കണക്ക്, ഒരു 4-5 ടേബിൾ സ്പൂണോളം കിട്ടും നമുക്ക്. ഇതൊരു 5 കിലോ ബിരിയാണിക്കൊക്കെ ധാരാളമായിട്ട് ഇതുണ്ടാവും. 5 കിലോ ബിരിയാണിക്കുള്ളൊരു കണക്കാണ്. ഇത്രയും ഉണ്ടാവും. നമുക്ക് 1 കിലോ ബിരിയാണിക്ക് 1 ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിലാണ് ഈ മസാല ഇടുക. ചിലർ പല ക്വാണ്ടിറ്റി ഇടുന്നവരുണ്ട്. അപ്പോൾ അതിലും വ്യത്യാസം ഉണ്ടാവും. ഈ മസാലൻ്റെ ഇൻഗ്രീഡിയൻസിലുള്ള വ്യത്യാസത്തിനനുസരിച്ചേക്കും ചിലർ ആ ഒരു കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ചിലർ 1.5 ടീസ്പൂൺ ഇടുന്നവരുണ്ട്. ഈ ഒരു മസാല 1 ടേബിൾ സ്പൂണാണ് 1 കിലോക്ക് വേണ്ടത്. ഓക്കെ, ഞാൻ ഒരു ഫ്രൈ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇടുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാതും ഒന്നിച്ചിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പലതും പല ഇതായിരിക്കുമല്ലോ ഇതിൻ്റെ ചൂട് തട്ടുമ്പോഴത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളെ പെരിഞ്ചീരകം ഇട്ടെടുക്കാം. ഇത് 1.5 ടേബിൾ സ്പൂണാണേ പറഞ്ഞല്ലോ. നമുക്ക് പട്ടയും ചേർത്തി കൊടുക്കാം. പിന്നെ ഏലക്ക, പൂവ്, ഇതൊന്ന് ഞാൻ പൊട്ടിച്ചിട്ടോ. ജാതിക്ക പൊട്ടിച്ചുണ്ട്. പിന്നെ നമ്മൾ തക്കോല് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ആദ്യം നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യും, ഒന്ന് വറുത്തെടുക്കേ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ഈ സ്പൈസസ് ഒക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ ഷാജീരകം ചേർത്തി ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് തന്നെയാണ് വെള്ള കസ്കസും ചേർത്തി കൊടുക്കേണ്ടത്. വെള്ള കസ്കസും പിന്നെ ജാതിപത്രിയും ഇവിടെ ദുബായിൽ കിട്ടില്ല, നിരോധിച്ചത്, നമുക്ക് കൊണ്ടുവരാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചേർക്കാത്തത്. അത് കിട്ടുന്നവർ എന്തായാലും ചേർക്കണം. അപ്പോൾ തക്കാളമൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ ജാതിപത്രി ചേർക്കാം. പക്ഷെ കസ്കസ് ഇപ്പോൾ ഷജീരകം ചേർത്ത സമയത്ത് ചേർത്തിട്ട് തീ ഓഫാട്ടോ. പെട്ടെന്ന് നിറഞ്ഞു പോകും ഷജീരം. അതുകൊണ്ടാണ് ആ ഒരു ചൂട് തന്നെ മതി. ആ ചൂടിൽ അതും കൂടെ ചൂടായിക്കോളും. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പൊട്ടും. ഇനിയിപ്പോൾ കണ്ടോ, ആ ഒരു നല്ല ചൂടായിട്ടേ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ചൂട് തണിഞ്ഞാൽ പിന്നെ നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിക്കുന്ന മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഇതിൽ ഇത് പിന്നെ ജാതിപത്രി ചേർത്താത്തതുകൊണ്ട് തന്നെ കളർ കണ്ടോ, ഈ ഒരു കളറാണ് നല്ല റെഡ് കളറ്. ജാതിപത്രി ചേർക്കുമ്പോൾ ഒന്നുകൂടി നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ. അത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിലാക്കി വെക്കുക.
ഇതിങ്ങനെ വെക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ മണമൊക്കെ പോയി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന അന്നിനോ അല്ലെങ്കിൽ തലേന്നോ പൊടിച്ച് വെക്കുക. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ആ കറക്റ്റ് എല്ലാം കിട്ടും നമ്മൾ ബിരിയാണി. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.